ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ഉള്ളിവടയാണ്. ഇതിൻ്റെ കൂടെ ഒരു സോസുമുണ്ട്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 5 സവാളയും ഒരു ചെറിയ 3 കഷ്ണം ഇഞ്ചിയും 6-7 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ കനം കുറച്ച് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നൈസായി അരിഞ്ഞ സവാളയും വളരെ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയുമാണിത്. അതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പരന്ന ബേസൺ പോലത്തെ ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഇതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. വളരെ കനം കുറച്ച് അരിഞ്ഞ നമ്മുടെ ഈ സവാളയിലേക്ക് പൊടിയായി അരിഞ്ഞ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി, 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു തരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും കുഴച്ച് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ച് നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായാൽ ഇതിലേക്ക് നമുക്ക് ഉള്ളിവട വറുക്കാൻ ആവശ്യമായ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലിലാണ് ഞാൻ ഈ ഉള്ളിവട തയ്യാറാക്കുന്നത്. 1/2 കിലോൻ്റെ പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുളയെടുത്ത് കൈവെള്ളയിൽ വെച്ച് നമുക്കൊന്ന് വട്ടനെ ഷേപ്പാക്കി കൊടുത്ത് ഈ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായോ എന്നറിയാൻ നമുക്കിതിലേക്കൊരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞ് പൊന്തി വന്നാൽ നമുക്ക് നമ്മുടെ ഓയിൽ ചൂടായി എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഉള്ളിവടയുടെ കൂട്ട് നമുക്കിതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ എല്ലാ ഉള്ളിവടയും നമുക്കിതിലേക്കിട്ട് ഒന്ന് ഇതുപോലെ തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്തു. ഇതിലേക്ക് കുറച്ച് തക്കാളി സോസ് കൂടി ഒഴിച്ചു കൊടുത്തു. വൈകുന്നേരം 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. നിങ്ങളിതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് എനിക്ക് അറിയിക്കണേ.